ഹായ് മകളെ, ഹൈഡ്രോ കാർബൺസ് എന്ന ചാപ്റ്ററിന്റെ അവസാനത്തെ പാർട്ടിലാണ് നമ്മളുള്ളത്. ഈ വീഡിയോ വളരെ ചെറിയ വീഡിയോ ആണ്. നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന്, ഹക്കൽസ് റൂളാണ്. ഹക്കൽസ് റൂൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത് കൺഫർമേഷൻസ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഹെഡിങ് എഴുതാം. എല്ലാവരും ഒന്ന് പെട്ടെന്ന് തന്നെ ഹെഡിങ് എഴുതിയെടുക്കുക. ഹക്കൽസ് റൂൾ. ഹക്കൽസ് റൂള് എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഞാൻ ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. അരോമാറ്റിസിറ്റി. കുറെ ഓർഗാനിക് കോമ്പൗണ്ടുകൾ അരോമാറ്റിക് ആണല്ലോ. അരോമാറ്റിക് ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഉണ്ട്. ആ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് അരോമാറ്റിക് ആണോ അല്ലയോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഹക്കൽസ് റൂള് പ്രകാരമാണ്. അപ്പൊ ഹക്കൽസ് റൂള് പ്രകാരം ആരാണ് അരോമാറ്റിക്, ആരാണ് അരോമാറ്റിക് അല്ലാത്തത് എന്ന് എല്ലാവരും ഒന്ന് വൃത്തിക്ക് എഴുതി വെച്ചോളണേ. അക്കോർഡിംഗ് ടു ഹക്കൽസ് റൂൾ, പെട്ടെന്ന് എഴുതിക്കോളണേ, വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതണേ. അക്കോർഡിംഗ് ടു ഹക്കൽസ് റൂൾ, an organic compound is said to be aromatic only if the following four conditions are satisfied. ഒന്നുകൂടെ പറയുന്നു. According to Huckel's rule, an organic compound is said to be aromatic only if the following four conditions are satisfied. താഴെ പറയുന്ന 4 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമാണ് ഹക്കൽസ് റൂൾ പ്രകാരം ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ കുറിച്ച് അയാൾ അരോമാറ്റിക് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ് ഹക്കൽസ് റൂൾ. പഠിച്ചല്ലോ. 4 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ അരോമാറ്റിക് ആണ്. ഏതാണ് ആ 4 കാര്യങ്ങൾ? ഒന്ന്, ആ കോമ്പൗണ്ട് പ്ലനാർ ആയിരിക്കണം. അപ്പൊ അവിടെ ഒരു ഹൈഫൺ ഇട്ടിട്ട് എഴുതിക്കോ. അയാളുടെ ഹൈബ്രിഡൈസേഷൻ sp2 ആയിരിക്കണം എന്നാണ് അതിനർത്ഥം. അയാളുടെ ഹൈബ്രിഡൈസേഷൻ ഏതാവണം? പറ. sp2 ആവണം. രണ്ടാമത്തത്, അയാൾക്ക് റിംഗ് സ്ട്രക്ചർ ഉണ്ടാവണം. ഒരാൾക്ക് റിംഗ് ആണോ സ്ട്രക്ചർ എന്ന് നോക്കാനൊക്കെ നമുക്കറിയാലോ. റിംഗ് ആരാ, ഓപ്പൺ ആരാ എന്നൊക്കെ നമുക്കറിയാലോ. മൂന്നാമത്തത്, അത് കോൺജുഗേറ്റഡ് സിസ്റ്റം ആയിരിക്കണം. അതെന്താ സാറേ കോൺജുഗേറ്റഡ് സിസ്റ്റം? അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരും. നാലാമത്തത്, 4n+2 = π ഇലക്ട്രോൺസ് എന്ന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ n-ന് ഒരു ഹോൾ നമ്പർ വരണം. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പൊ ആദ്യത്തേത് ഒന്നുകൂടെ നോക്കാം. പ്ലനാർ ആയിരിക്കണം. അതിന് എല്ലാ കാർബൺ ആറ്റങ്ങളും sp2 ഹൈബ്രിഡൈസേഷൻ ആണോ എന്ന് നോക്കിയാൽ മതി. ഇനി ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ആ ഒരു സാധനങ്ങൾ നോക്കിയെന്നെ വേണ്ട. ഹലോ, ആ ഒരു കണ്ടീഷൻ നിങ്ങൾ നോക്കിയേ വേണ്ട. കാര്യം നിങ്ങൾക്ക് തരുന്ന എല്ലാ കേസുകളിലും, മിക്കവാറും എല്ലാ കേസുകളിലും ആ ഒരു സാധനം ഒരു ഫാക്ടർ ആയിട്ട് വരാറില്ല. നിങ്ങൾ ഒന്ന് പ്ലനാർ എന്ന് എഴുതിയിട്ട് ടിക്ക് ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഇയാൾ പ്ലനാർ ആണ് എന്നങ്ങോട്ട് എഴുതിയാൽ മതി. പ്ലനാർ അല്ലാത്തത് നിങ്ങൾക്ക് തരാറില്ല, റിംഗ് അല്ലാത്തതും തരാറില്ല. അപ്പൊ ആദ്യത്തെ 2 കണ്ടീഷൻ സിമ്പിൾ ആയിട്ട് നമ്മൾക്ക് പ്ലനാർ ടിക്ക്, റിംഗ് ടിക്ക് വെറുതെ ഇട്ട് പോകാം. നീ ടിക്ക് ഇടുകയോ അല്ലെങ്കിൽ ഹാവിംഗ് റിംഗ് സ്ട്രക്ചർ എന്ന് വ്യക്തമായിട്ട് എഴുതുകയോ എന്താ നിന്റെ ഇഷ്ടം. മൂന്നാമത്തത് കോൺജുഗേറ്റഡ് ആവണം എന്നാണ്. അപ്പൊ ആരാണ് കോൺജുഗേറ്റഡ് എന്ന് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. കോൺജുഗേറ്റഡ് ആരാണ് എന്നൊന്ന് പറയണേ. കോൺജുഗേറ്റഡ് കേട്ടോളണേ. കോൺജുഗേറ്റഡ് ആകുന്നത് ഇങ്ങനെയാണ്. ഡബിൾ സിംഗിൾ, ഡബിൾ സിംഗിൾ, ഡബിൾ സിംഗിൾ, ഡബിൾ സിംഗിൾ, ഇങ്ങനെ ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ടുകൾ വരുന്ന ഒരു സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റഡ് സിസ്റ്റം. പഠിച്ചല്ലോ മോനെ. അപ്പോൾ ഒരു ഡബിൾ ബോണ്ട് കഴിഞ്ഞാൽ ഒരു സിംഗിൾ ബോണ്ട്, അത് കഴിഞ്ഞാൽ ഡബിൾ, അത് കഴിഞ്ഞാൽ സിംഗിൾ, അത് കഴിഞ്ഞാൽ ഡബിൾ, അങ്ങനെ പോകുന്ന സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റഡ് സിസ്റ്റം. വേറെ ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റം ഉണ്ട് കേട്ടോട്ടാ. പൊന്നു മോനെ കേട്ടോളണേ. ഞാൻ ഈ എഴുതുന്നത് കോൺജുഗേറ്റഡ് ആണോ അല്ലേ എന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയണേ. ഇത് കോൺജുഗേറ്റഡ് ആണോ അല്ലയോ? ഇത് കോൺജുഗേറ്റഡ് അല്ല. കാരണം എന്താ? ഇവിടെ നോക്കിയേ, ഡബിൾ സിംഗിൾ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സിംഗിൾ വരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ആറ്റം ഉണ്ട്. ആറ്റങ്ങൾ എല്ലായിടത്തും ഉണ്ടല്ലോ. ഇവിടെ ഒക്കെ ഉണ്ട് ഇടയിൽ ആറ്റംസ്. ഞാൻ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അതിനിടയിൽ എ എന്ന് പറയുന്ന ഒരു ആറ്റം ഉണ്ട്. അപ്പൊ എ എന്ന് പറയുന്ന ആറ്റത്തിന്റെ ലെഫ്റ്റിൽ ഒരു സിംഗിൾ ബോണ്ട്, റൈറ്റിൽ ഒരു സിംഗിൾ ബോണ്ട്. അങ്ങനെ വന്നാൽ അത് കോൺജുഗേറ്റഡ് ആണോ? അല്ല. കാര്യം അവിടെ ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ടുകൾ കട്ടായി പോയല്ലോ. പക്ഷെ ഇത് കോൺജുഗേറ്റഡ് ആകുന്ന ഒരു സാഹചര്യമുണ്ട്. എപ്പോഴാണെന്നറിയോ? ഈ എ എന്ന് പറയുന്ന ആറ്റത്തിന് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടായാൽ മതി. ഹലോ, എ എന്ന് പറയുന്ന ആറ്റത്തിന് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടായാൽ 2 അറ്റത്ത് സിംഗിൾ ബോണ്ടുകൾ വന്നാലും അത് കോൺജുഗേറ്റഡ് ആണ്. അപ്പൊ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിന്റെ ഒന്നാമത്തെ വേർഷൻ ഓൾട്ടർനേറ്റ് സിംഗിൾ ഡബിൾ ബോണ്ടുകൾ വരിക എന്നതാണ്. രണ്ടാമത്തത് ഓൾട്ടർനേറ്റ് ഡബിൾ സിംഗിൾ ഇങ്ങനെ വരികയായിരുന്നു. അതിന്റെ ഇടയിൽ 2 സിംഗിൾ ബോണ്ട് ഒരുമിച്ച് വന്നാൽ അതിനിടയിലുള്ള ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഓൾസോ കോൺജുഗേറ്റഡ്. പഠിച്ചല്ലോ. മൂന്നാമത്തത് കേട്ടോ മോനെ. മൂന്നാമത്തെ ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റം കൂടി ഉണ്ട്. ഈ പറഞ്ഞതിൽ നിന്ന് നേരാണ് മനസ്സിലാക്കിയാൽ മതി. ഡബിൾ സിംഗിൾ എന്നിങ്ങനെ വരികയായിരുന്നേ. പക്ഷെ അവിടെ ഒരിടത്ത് വെച്ച് ഈ കോൺജുഗേഷൻ കട്ടായി പോയി. 2 സിംഗിൾ ബോണ്ടുകൾ അടുപ്പിച്ചു വന്നു. ഹലോ, എ എന്ന് പറയുന്ന ആറ്റത്തിന്റെ ലെഫ്റ്റിലോ റൈറ്റിലോ ഒക്കെ സിംഗിൾ ബോണ്ട് അല്ലേടാ. 2 സിംഗിൾ ബോണ്ട് അടുപ്പിച്ചു വന്നാൽ കോൺജുഗേഷൻ കട്ടായി. പക്ഷെ ഇത് കോൺജുഗേറ്റഡ് സിസ്റ്റം ആകും എപ്പോൾ? ഇതിന്റെ ഇടയിലുള്ള എ എന്ന് പറയുന്ന ആറ്റത്തിന്
ഒരു നെഗറ്റീവ് ചാർജ് വന്നാൽ അതും കോൺജുഗേറ്റഡ് സിസ്റ്റമാണ്. നെഗറ്റീവ് ചാർജ് ഒറ്റയ്ക്ക് വരാറില്ല, അവിടെ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കൂടെ കാണാം. അപ്പൊ നെഗറ്റീവ് ചാർജ് ഒറ്റയ്ക്ക് പറയേണ്ട, ലോൺ പെയർ നെഗറ്റീവ് ചാർജ് വന്നാൽ അതും കോൺജുഗേറ്റഡ് സിസ്റ്റമാണ്. അപ്പൊ കോൺജുഗേറ്റഡ് സിസ്റ്റം ഞാൻ 3 വിധത്തിൽ പഠിപ്പിച്ചു. ഓൾട്ടർനേറ്റ് സിംഗിൾ ഡബിൾ ബോണ്ടുകൾ വന്നാൽ കോൺജുഗേറ്റഡ് സിസ്റ്റമാണ്. ഓൾട്ടർനേറ്റ് സിംഗിൾ ഡബിൾ ബോണ്ടുകൾക്കിടയിൽ 2 സിംഗിൾ ബോണ്ടിന്റെ ഇടയിലുള്ള ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് വന്നാലും ലോൺ പെയർ നെഗറ്റീവ് ചാർജ് വന്നാലും അതെല്ലാം കോൺജുഗേറ്റഡ് ആണ്. 3 ടൈപ്പ് കോൺജുഗേറ്റഡ് സിസ്റ്റം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അടുത്തത് 4n+2 പൈ ഇലക്ട്രോൺസ് ആവുക എന്നതാണ് അടുത്ത കണ്ടീഷൻ. എടാ മോനെ ഇതൊക്കെ എക്സാമ്പിൾ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. 4n+2 പൈ ഈസ് ഈക്വൽ ടു പൈ ഇലക്ട്രോൺസ്. അപ്പൊ ആരാണ് പൈ ഇലക്ട്രോൺസ് എന്നൊരു ക്വസ്റ്റ്യൻ വരുമല്ലോ. പൈ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടഡ് ഇലക്ട്രോണുകളാണ്. ഡബിൾ ബോണ്ടഡ് ഇലക്ട്രോൺസ് അറിയാലോ, ഡബിൾ ബോണ്ടിൽ 1 സിഗ്മയും 1 പൈയുമാണല്ലോ, അതിലെ പൈ ഇലക്ട്രോണുകളെ നമുക്ക് എണ്ണാം. അതുപോലെ ലോൺ പെയർ ഇലക്ട്രോൺസും കൂടി ഇവിടെ കൗണ്ട് ചെയ്യണം. ഡബിൾ ബോണ്ടഡ് ഇലക്ട്രോൺസും അതുപോലെ ലോൺ പെയർ ഇലക്ട്രോണുകളെ കൂടി ഇവിടെ ഒന്ന് കൗണ്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ 4 എണ്ണം ഒന്ന് വൃത്തിക്ക് പഠിക്കാൻ പോവാണ്. അതിന് ഞാൻ എക്സാമ്പിൾസിലേക്ക് കിടക്കുന്നു. പൊന്നുമോനെ കേട്ടോ. ഇതാ ആദ്യത്തവനാണ് ബെൻസീൻ റിംഗ്. ബെൻസീനിനെ പറഞ്ഞു തുടങ്ങാതെ ഹക്കൽസ് റൂൾ പോസിബിൾ അല്ല. ഒന്നാമത്തത് ടിക്ക് ടോളണം. ഇയാള് പ്ലനാർ ആണോ എന്ന് നീ നോക്കണ്ട എന്നല്ലേ ഞാൻ പറഞ്ഞു. തരുന്ന എല്ലാത്തിനെയും പ്ലനാർന്ന് ചാമ്പിക്കോ, അല്ലാത്തതൊന്നും പബ്ലിക് എക്സാമിന് ചോദിക്കില്ല. 2 റിംഗ് എന്ന് എഴുതുക, റിംഗ് ആണ്, ടിക്ക് ഇട്ടു. 3 കോൺജുഗേറ്റഡ് എന്ന് എഴുതുക, കോൺജുഗേഷൻ എന്നോ കോൺജുഗേറ്റഡ് സിസ്റ്റം എന്നോ എഴുതിയാൽ ഭംഗിയാകും. എടാ ഇത് കോൺജുഗേറ്റഡ് സിസ്റ്റം ആണോ? ആണ്. കാരണം എന്താ, ഓൾട്ടർനേറ്റ് സിംഗിൾ ഡബിൾ ബോണ്ടുകൾ ഉണ്ടല്ലോ. 4മത്തത് ശ്രദ്ധിച്ചോ, 4n+2 എന്ന് എഴുതുക. 4n+2 ഈസ് ഈക്വൽ ടു പൈ ഇലക്ട്രോൺസ്. പൊന്നുമോനെ ഇതിലെ പൈ ബോണ്ടുകൾ ഒന്ന് പറഞ്ഞേ. ഇതിലൊരു ഡബിൾ ബോണ്ട് ഇല്ലേ, അതിലൊരു പൈ ഇല്ലേ, ഇവിടെ ഒരു പൈ ഉണ്ട്, ഇവിടെ ഒരു പൈ ഉണ്ട്, ശരിയല്ലേ? 3 പൈ ബോണ്ട് ഉണ്ട്. പൈ ബോണ്ടിലെ 3 ബോണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ 6 ഇലക്ട്രോൺ ആയല്ലോ അത്. അപ്പൊ 6 എന്ന് കൊടുക്കണം. 4n+2 ഈസ് ഈക്വൽ ടു 6 എന്ന് കൊടുക്കുക. മനസ്സിലായല്ലോ എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട് എന്നാ നോക്കേണ്ടത്. 3 പൈ ബോണ്ടാണ് ഉള്ളത്. 3 പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ 6 പൈ ഇലക്ട്രോണുകളായല്ലോ. ഒരു ബോണ്ടിൽ 2 ഇലക്ട്രോൺ ആണല്ലോ ഉള്ളത്. അപ്പൊ 4n+2 ഈസ് ഈക്വൽ ടു 6. ഇവിടെ നിന്ന് നീ എന്നിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. 4n ഈസ് ഈക്വൽ ടു ഈ +2 അങ്ങോട്ട് പോയാൽ -2 ആയി. അപ്പൊ ഇത് 6 - 2 ഈസ് ഈക്വൽ ടു 4. then n ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. ശരിയല്ലേടാ? n ഈസ് ഈക്വൽ ടു 1 എന്ന് വന്നാൽ എന്നിന്റെ വാല്യൂ കേട്ടോളണേ, എന്നിന്റെ വാല്യൂ 0യോ 1ഓ 2ഓ 3ഓ എക്സെട്ര അങ്ങനെ ഹോൾ നമ്പർ വന്നാൽ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. എന്നിന്റെ വാല്യൂ 0.5 അതുപോലെ 1.5 2.5 ഇങ്ങനെ ഫ്രാക്ഷണൽ വന്നാൽ അത് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല. പഠിച്ചല്ലോ? അപ്പൊ ഹോൾ നമ്പറുകൾ എന്നിന് വരണം. 0യും അടക്കാണ് കേട്ടോ. 0 വന്നാലും കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് തന്നെയാണ് പറയുക. അതല്ലാത്ത ഡെസിമൽ പോയിന്റുകൾ വന്നാൽ എന്നിന്റെ വാല്യൂ ആയിട്ട് വന്നാൽ അത് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല. മനസ്സിലായല്ലോ? അപ്പൊ എടാ ഇവിടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ 1 2 3 4 കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് therefore ദിസ് കോമ്പൗണ്ട്, ആരാണ് ഇവൻ? ബെൻസീൻ എന്ന് പറയുന്നവൻ ഹക്കൽസ് റൂൾ പ്രകാരം അരോമാറ്റിക് ആണ്. ഹക്കൽസ് റൂള് ഈ 4 എണ്ണം നോക്കാനാണല്ലോ പറഞ്ഞത്. അത് 4 നോക്കിയപ്പോ ഹക്കൽസ് റൂളിന് ഇഷ്ടപ്പെട്ട 4 കണ്ടീഷനാണ്. അതുകൊണ്ട് ബെൻസീൻ അരോമാറ്റിക് ആണ്. രണ്ടാമത്തെ കോമ്പൗണ്ട് നോക്കിക്കോട്ടോ. ഇവന്റെ പേര് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേടാ. ഇവന്റെ പേര് സൈക്ലോ പെൻറ്റാഡൈഈൻ എന്നാണ്. സൈക്ലോ പെൻറ്റാഡൈഈൻ എന്നാണ് ഇവന്റെ പേര്. 1 2 3 4 ഞാൻ ഇനി എഴുതുന്നില്ല, ടിക്ക് മാത്രമേ ഇടുന്നുള്ളൂ. നിങ്ങൾ അങ്ങനെ മടിയന്മാരാവരുത്, നിങ്ങൾ എഴുതണം. എടാ ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ ഇവിടെ ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരാളുണ്ട്. ഞാൻ അതാ പറഞ്ഞ, അതൊന്നും ഇപ്പൊ നിങ്ങൾ നോക്കണ്ട. അതുകൊണ്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ട് ഇയാൾ അരോമാറ്റിക് അല്ല. പക്ഷെ അരോമാറ്റിക് അല്ല എന്ന് ബാക്കിയുള്ളത് വെച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ പ്ലനാർ ആണോ അല്ലേ എന്ന് നോക്കാനുള്ള സമയം നമുക്ക് നഷ്ടപ്പെടുന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. റിംഗ് ആണോ? ആണ്. കോൺജുഗേറ്റഡ് ആണോ നോക്കിക്കേ, കോൺജുഗേറ്റഡ് അല്ല. കോൺജുഗേറ്റഡ് അല്ലല്ലോ. നോക്കിക്കേ, ഡബിൾ സിംഗിൾ 2 സിംഗിൾ ബോണ്ടുകൾ അടുപ്പിച്ചു വന്നു. 2 സിംഗിൾ ബോണ്ട് ഒരുമിച്ച് വന്നാൽ അയാൾ കോൺജുഗേറ്റഡ് അല്ല. കോൺജുഗേറ്റഡ് അല്ലാത്തത് കൊണ്ട് ഇറ്റ് ഇസ് നോട്ട് അരോമാറ്റിക്. അപ്പൊ നോട്ട് അരോമാറ്റിക് എന്ന റിസൾട്ട് ആണ് നമ്മുടെ ആവശ്യം. ഇത് അരോമാറ്റിക് അല്ല എന്ന് കാണണം. ഇത് അരോമാറ്റിക് അല്ലാതിരിക്കാൻ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഔട്ടായാൽ മതി. അപ്പൊ പ്ലനാർ അല്ലാത്ത ഒരാൾ വന്നാൽ കോൺജുഗേറ്റഡ് ആവില്ല. അപ്പൊ പിന്നെ നമ്മൾ അത് പേടിപ്പിക്കുന്നില്ല. അതിനുവേണ്ടി നമ്മൾ പ്ലനാർ ആണോ അല്ലേ എന്ന് നോക്കിയിട്ട് കുറെ സമയം കളയണ്ട, ജസ്റ്റ് എഴുതി വിട്ടാൽ മതി. മൂന്നാമത്തത് കോൺജുഗേറ്റഡ് അല്ല. NCERT-യിൽ പ്ലനാർ ആണ് എന്നൊരു ഡയലോഗ് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. റിംഗ് സ്ട്രക്ചർ കോൺജുഗേറ്റഡ്, അതുപോലെ
പ്ലനാർ. ഇതൊന്ന് പരിഗണിക്കാൻ വേണ്ടിയിട്ട് ആ സാധനങ്ങൾ, ഇതിപ്പോ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ സൈക്ലോപെന്റാഡൈൻ എന്നൊരു എക്സാമ്പിൾ ചോദിച്ചാൽ നീ ആദ്യം എഴുതേണ്ടത് ഹക്കൽസ് റൂളാണ്. ഹക്കൽസ് റൂൾ പ്രകാരം ഇത് ശരിയാണോ അല്ലേ എന്നൊക്കെ എഴുതുന്നതിന് മുമ്പ് ഹക്കൽസ് റൂൾ എന്താണെന്ന് എഴുതണം. അക്കോർഡിംഗ് ടു ഹക്കൽസ് റൂൾ an organic compound is said to be aromatic only if the following 4 conditions are satisfied. അക്കമിട്ട് 1 2 3 4 എഴുതി വെച്ചാൽ അവിടെ പരിപാടി തീർന്നു. എന്നിട്ട് നമ്മളിതിങ്ങനെ ഓരോന്നും നോക്കുമ്പോൾ അവിടെ എന്തായാലും കോൺജുഗേഷൻ കട്ടായിരിക്കും. കോൺജുഗേഷൻ കട്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പ്ലനാർ ആവാം, പ്ലനാർ അല്ലാതിരിക്കാം. അതിനെക്കുറിച്ച് പിന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട. പഠിച്ചല്ലോ, ഇയാൾ നോട്ട് അരോമാറ്റിക് ആണ്. അപ്പൊ പിന്നെ സാറേ 4n+2 = π ഇലക്ട്രോൺ ചെയ്ത് നോക്കണ്ടേ? വേണ്ട. ഏതെങ്കിലും ഒരു കണ്ടീഷൻ പോയാൽ പിന്നെ അയാളെ കുറിച്ച് നീ നോക്കാൻ നിൽക്കണ്ട. മൂന്നാമത്തത് കണ്ടോട്ടാ, പൊന്നുമോനെ ബോഡി നോക്കിക്കോ. എന്താ ആരാ? ഒരു സൈക്ലോപെന്റൈൻ തന്നെ. ഇവിടെ 2 ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജും ഉണ്ട്. അപ്പൊ ഒന്ന് പറഞ്ഞേടാ, ഇവന്റെ പേരെന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഇവന്റെ പേരാണ് സൈക്ലോപെന്റ ഡൈഈനൈൽ കാറ്റയോൺ എന്നാണ് ഇവന്റെ പേര്. ഡൈഈനൈൽ കാറ്റയോൺ. സൈക്ലോപെന്റ എന്ന് പറഞ്ഞാൽ 5 കാർബൺ ഉണ്ട്, സൈക്ലിക് ആണ്, 2 ഡബിൾ ബോണ്ട് ഉണ്ട്, അതിലൊരു പോസിറ്റീവ് ചാർജും ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ ഒന്നും നോക്കണ്ട ടിക്ക്, രണ്ടാമത്തെ കണ്ടീഷൻ ഒന്നും നോക്കണ്ട ടിക്ക്. എളുപ്പ വഴിയാണ് കേട്ടോ പറയണേ. 3 കോൺജുഗേറ്റഡ് ആണോ അല്ലയോ? ആണ്. നോക്കിക്കേ, ഡബിൾ സിംഗിൾ ഡബിൾ സിംഗിൾ സിംഗിൾ, 2 സിംഗിൾ ഒരുമിച്ച് വന്നാൽ കോൺജുഗേഷനിൽ നിന്ന് ഔട്ടാണ്. പക്ഷെ അത് കോൺജുഗേറ്റഡ് ആവാൻ അവർക്കിടയിലുള്ള ആറ്റത്തിന് either പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജ് ഉണ്ടായാൽ മതി. ഇവിടെ പോസിറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് കോൺജുഗേഷൻ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. ഫോർത്ത് വൺ, 4n+2 = π ഇലക്ട്രോൺസ് ആണ്. ഇവിടെ പൈ ഇലക്ട്രോൺ, പൈ ബോണ്ട് 2 അല്ലേ ഉള്ളത്, അപ്പൊ 4 എന്ന് വരും. അപ്പൊ 4n +2 അപ്പുറം പോയാൽ -2, 4 - 2 = 2, n = 1/2. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ഓർ നോട്ട്? കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല. കാര്യം എന്നിന്റെ വാല്യൂ either 0 1 2 3 അങ്ങനെ വരാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇത് നോട്ട് അരോമാറ്റിക്. ഇയാള് പറ നോട്ട് അരോമാറ്റിക്. ആക്ച്വലി പബ്ലിക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിനെ നോട്ട് അരോമാറ്റിക് എന്ന് പറയുമെങ്കിലും എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇവനെ വിളിക്കുന്നത് ആന്റി അരോമാറ്റിക് എന്നാണ്. അപ്പൊ ആരാണ് ആന്റി അരോമാറ്റിക് എന്ന് പറയാതിരിക്കാൻ എന്റെ മനസ്സനുവദിക്കാത്തത് കൊണ്ട് മാത്രം ഞാൻ പറയുകയാണേ. കണ്ടീഷൻ നമ്പർ 1ഉം കണ്ടീഷൻ നമ്പർ 2ഉം കണ്ടീഷൻ നമ്പർ 3ഉം സാറ്റിസ്ഫൈഡ് ആണ്. കണ്ടീഷൻ നമ്പർ 4 മാത്രം സാറ്റിസ്ഫൈഡ് അല്ല. ഈ അങ്ങനത്തെ ആളുകളെ വിളിക്കുന്ന പേരാണ് ആന്റി അരോമാറ്റിക്. അതായത് പ്ലനാർ ആണ്, റിംഗ് സ്ട്രക്ചർ ആണ്, കോൺജുഗേറ്റഡുമാണ്. പക്ഷെ 4n+2 എന്നതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാത്രം എന്നിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല. എന്നിന്റെ വാല്യൂ ഹോൾ നമ്പർ വരുന്നില്ല. അങ്ങനെ 4ാമത്തെ കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്യാത്ത ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആന്റി അരോമാറ്റിക്. 4 കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാത്തത് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. 4 കണ്ടീഷനിൽ 4ാമത്തത് സാറ്റിസ്ഫൈ ചെയ്യാത്തവനെ വിളിക്കുന്ന പേരാണ് ആന്റി അരോമാറ്റിക്. നമ്പർ 4 നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ചെയ്ത് പഠിച്ചോ. ഇവന്റെ പേര് സൈക്ലോപെന്റൈൻ തന്നെ. ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ലോൺ പെയർ, ഇവിടെ നെഗറ്റീവ് ചാർജ്. ഇവന്റെ പേര് ഇങ്ങനെയാണ്, സൈക്ലോപെന്റ ഡൈഈനൈൽ ആനയോൺ എന്നാണ് ഇവന്റെ പേര്. സൈക്ലോപെന്റ ഡൈഈനൈൽ ആനയോൺ. പറഞ്ഞോ, ഇയാള് പ്ലനാർ ആണ്, 2 റിംഗ് സ്ട്രക്ചർ ആണ്, കോൺജുഗേറ്റഡ് ആണ്. ശരിയല്ലടാ, ഇയാള് കോൺജുഗേറ്റഡ് ആണ്. കാര്യം 2 സിംഗിൾ ബോണ്ടുകൾ അടുത്ത് വന്നു, അതിനിടയിലുള്ള ആറ്റത്തിന് നെഗറ്റീവ് ചാർജ് വന്നു. 4 4n+2 = π ഇലക്ട്രോൺസ്. എടാ പൈ ഇലക്ട്രോൺസ് ഇവിടെ എത്ര ഉണ്ട് എന്ന് എല്ലാവരും നോക്കിക്കേ. നിങ്ങളുടെ നല്ലൊരു ശതമാനം ആളുകളുടെ മനസ്സിൽ 4 എന്നാ വരിക, പക്ഷെ ആൻസർ 6 ആണ്. കാരണം പൈ ഇലക്ട്രോൺസ് ആരാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു തന്നിട്ടുണ്ട്. പൈ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടഡ് ഇലക്ട്രോൺസ് മാത്രമല്ല, ലോൺ പെയർ ഇലക്ട്രോൺസ് കൂടി പൈ ഇലക്ട്രോൺസ് ആയിട്ട് നമ്മൾ കൗണ്ട് ചെയ്യണം. അപ്പൊ ലോൺ പെയർ ഇലക്ട്രോണുകൾ കൂടി നമ്മൾ ഇവിടെ കൗണ്ട് ചെയ്യുമ്പോൾ ഇവിടത്തെ 2 ഇലക്ട്രോൺ, ഇവിടത്തെ 2 ഇലക്ട്രോൺ, ഇവിടത്തെ 2 ഇലക്ട്രോൺ, ടോട്ടൽ 6 ഇലക്ട്രോൺ എന്ന് വരും. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിന്റെ വാല്യൂ 1 എന്ന് വരും. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആൻഡ് സൈക്ലോപെന്റ ഡൈഈനൈൽ ആനയോൺ ഈസ് അരോമാറ്റിക്. ഇയാൾ എന്താണ് പറ? അരോമാറ്റിക് ആണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ അരോമാറ്റിക് കോമ്പൗണ്ടിനെയാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ഇത് അരോമാറ്റിക് ആണോ അല്ലയോ എന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് എഴുതി നോക്ക്. മുന്നേ കണ്ടീഷൻ നമ്പർ 1 സാറ്റിസ്ഫൈഡ്, കണ്ടീഷൻ നമ്പർ 2 സാറ്റിസ്ഫൈഡ്. അത് നമ്മൾ കണ്ണും ചിമ്മി എഴുതുന്നതാണല്ലോ. കണ്ടീഷൻ നമ്പർ 3 ഇത് കോൺജുഗേറ്റഡ് ആണോ അല്ലയോ? കോൺജുഗേറ്റഡ് ആണ്. കണ്ടാലറിയാം. ഒരു പൈ ബോണ്ട്, സിഗ്മ ബോണ്ട്, സിഗ്മ ബോണ്ട്, 2 സിഗ്മ ബോണ്ടുകൾ ഒരുമിച്ച് വന്നാൽ അതിനിടയിലുള്ള ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് വന്നാൽ മതി. കണ്ടീഷൻ നമ്പർ സാറ്റിസ്ഫൈഡ്, കോൺജുഗേറ്റഡ് ആണ്. ഫോർത്ത് വൺ, 4n+2 എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട് നോക്കിക്കേ. ഇതിൽ ആകെ ഒരു പൈ ബോണ്ട് അല്ലടാ ഉള്ളൂ, ആകെ ഒരു പൈ ബോണ്ടേ ഉള്ളൂ. അതുകൊണ്ട് ടോട്ടൽ പൈ ഇലക്ട്രോണുകളുടെ എണ്ണം 2. അപ്പൊ ഈ +2 അങ്ങോട്ട് പോയാൽ -2 എന്നായി. അതായത് 4n = 0, n = 0/4, that is equal to 0. എന്നിന്റെ വാല്യൂ 0 വന്നാൽ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ? ആണ്. ഞാൻ നേരത്തെ കാണിച്ചു തന്നതാണ്. എന്നിന്റെ വാല്യൂ 1 വരാം, 2 വരാം, 0 വരാം. കണ്ടല്ലോ, 0 വന്നാലും കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്.
അതുകൊണ്ട് ദിസ് കോമ്പൗണ്ട്, ഇവന്റെ പേര് ഞാൻ ഇവിടെ എഴുതാൻ വിട്ടുപോയി, ഇവന്റെ പേരാണ് സൈക്ലോ പ്രൊപ്പൈൽ കാറ്റയോൺ. ഇവന്റെ പേരാണ് സൈക്ലോ പ്രൊപ്പൈൽ കാറ്റയോൺ. ഇവൻ അരോമാറ്റിക് ആണ്. 4 പഠിപ്പിച്ച വിവരം, 5 പഠിപ്പിച്ച വിവരം വെച്ച് 6ാമതൊരു ഹോംവർക്ക് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഇത് അരോമാറ്റിക് ആണോ എന്ന് നിങ്ങളൊന്ന് കാണണം. ഇവന്റെ പേര് സൈക്ലോ പ്രൊപ്പൈൽ ആനയോൺ എന്നാണ്. എല്ലാവരും ഉടനെ തന്നെ ഈ ക്ലാസ് നിങ്ങൾ താല്പര്യത്തോടെ കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഈ സാധനം 6ാമത് കാണിച്ചിരിക്കുന്ന ഇയാൾ അരോമാറ്റിക് ആണോ അല്ലയോ എന്ന് ഈ വീഡിയോയുടെ താഴെ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. ഹലോ, ക്ലാസ് കഴിഞ്ഞ് കണ്ടിട്ടല്ല, ഇപ്പോൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളിത് സീരിയസ് ആയിട്ടൊക്കെ എടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവാനാണ്. എത്ര പേരുടെ കണ്ണിൽ ഈ ഹോംവർക്ക് പെട്ടിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് മനസ്സിലാവാനാണ്. അപ്പോൾ ഇതോടുകൂടെ അരോമാറ്റിസിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചയും തീർന്നു. ഹക്കൽസ് റൂളാണ് ചർച്ച ചെയ്തത്. വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പബ്ലിക് എക്സാമിന് ഇതിന്റെ പുറത്തേക്ക് ഒരു സാധനം ചോദിക്കില്ല. അതുകൊണ്ട് വൃത്തിയായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്ക്. അപ്പോൾ മക്കളെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കൺഫർമേഷൻസ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് ആണ്. കൺഫർമേഷൻസ് എന്താണ്? കൺഫർമേഷൻ എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം എന്താ ഏതാണെന്നൊന്നും മനസ്സിലാക്കാതെ ഒരു ഡയലോഗ് ആദ്യം ഒന്ന് എഴുതി വെച്ചേ. കൺഫർമേഷൻസ് ആർ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ്, ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് എന്നാണ് കേട്ടോ അർത്ഥം. ഇൻഫിനിറ്റ് അറിയാലോ, ഒരുപാട് എണ്ണം. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോസിബിൾ അറേഞ്ച്മെന്റ്സ് എന്താന്നൊക്കെ ഞാൻ പറഞ്ഞുതരും. ഇപ്പൊ ഒന്ന് എഴുതി വെക്ക്. പോസിബിൾ അറേഞ്ച്മെന്റ്സ് obtained by rotation about a single bond. ഒരു സിംഗിൾ ബോണ്ടിന് ചുറ്റും റൊട്ടേഷൻ നടത്തിയിട്ട് കിട്ടുന്ന, തിരിച്ചിട്ട് കിട്ടുന്ന പോസിബിൾ ആയിട്ടുള്ള അറേഞ്ച്മെന്റുകളെ വിളിക്കുന്ന പേരാണ് കൺഫർമേഷൻസ്. അപ്പോൾ NCERT-യിൽ കൺഫർമേഷൻസ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ഒരൊറ്റ എക്സാമ്പിളെ പറഞ്ഞു തന്നിട്ടുള്ളൂ. ആ എക്സാമ്പിൾ ഇത്തൈൻ ആണ്. ഇത്തൈൻ എന്താന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം എഴുതിയെടുക്കണേ. ഇത്തൈൻ്റെ ഫോർമുല എഴുതിക്കേടാ. CH3 സിംഗിൾ ബോണ്ട് CH3. ശരിയല്ലേ? ഇനി ഇത്രയും എഴുതി വെച്ചിട്ട് പേന അവിടെ വെച്ച് ഹൃദയം എനിക്ക് തരൂ. ഞാൻ ഇനി പറയുന്നത് മുഴുവൻ പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾ എഴുതിയെടുത്താൽ മതി. എടാ, ഈ കാർബണിനും ഇടയിൽ ഒരു വര കാണുന്നില്ലേ നിങ്ങൾ? കാർബൺ ബോണ്ട് കാണുന്നില്ലേ? ആ ബോണ്ടിനെയാണ് ഞാൻ ഈ കാണിക്കുന്നത്. കാർബണും തമ്മിലുള്ള ബോണ്ടാണ് കേട്ടോ ഈ കാണിക്കണേ. അപ്പൊ ഈ അറ്റത്ത് ഇവിടെ കാണുന്നത് ഏതാ? 1ാമത്തെ കാർബൺ. ഇവിടെ കാണുന്നത് ഏതാ? 2ാമത്തെ കാർബൺ. നിങ്ങൾ എന്നോട് പറ, 1ാമത്തെ കാർബണിന് 3 വാലൻസി ഇല്ലടാ. 1ാമത്തെ കാർബണിന് 3 വാലൻസി ഇല്ലേ? കാര്യം ബാക്കി 3 ഹൈഡ്രജൻ ഉണ്ടല്ലോ. ഒരു വാലൻസിയാണ് ഇപ്പൊ കാർബണിലേക്ക് ഉള്ളത്, അത് നമ്മൾ കാണിച്ചു. ബാക്കി 3 ഉണ്ടല്ലോ, ആ ബാക്കി 3 ഞാൻ ഇങ്ങനെ വരക്കുകയാണ്. 1 2 3 കണ്ടല്ലോ. ആ അറ്റത്ത് ആരൊക്കെയാണ്? ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. നിങ്ങൾ ആരും എഴുതരുതേ, ഒന്ന് കേട്ടാ മതി. രണ്ടാമത്തെ ബാക്കിൽ നിൽക്കുന്ന കാർബൺ നോക്കിക്കേ, അയാൾക്കുമുണ്ട് 3 വാലൻസി. ആ 3 വാലൻസി ഞാൻ വരയ്ക്കുന്നത് ശ്രദ്ധിച്ച് കണ്ടോട്ടാ. 1 2 3 കണ്ടോ? ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ. അപ്പൊ മക്കളെ, ഇയാളെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളണം കേട്ടോ. ഇത് 1ാമത്തെ കാർബണിന്റെ ഹൈഡ്രജൻ അല്ലേടാ? അയാളുടെ നേരെ പുറകിലല്ലേടാ 2ാമത്തെ കാർബണിന്റെ ഹൈഡ്രജൻ വന്നത്? നിങ്ങൾ ഇങ്ങനെ നോക്കിക്കേ, ഇതിങ്ങനെ പാരലൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ശരിയല്ലേ? ഒരാളുടെ നേരെ പാരലലാണ് അടുത്ത ആള്. ചുരുക്കം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുന്ന വെച്ചാല്, ഞാൻ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാല് നിങ്ങൾക്ക് ആ കളി മനസ്സിലായോ? ഈ 1ാമത്തെ കാർബണിന്റെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നോക്കിയാൽ ഇതിന്റെ നേരെ പുറകിൽ ഒളിച്ചു നിൽക്കുന്ന ഈ കാർബണിനെ, ഈ ഹൈഡ്രജനെ എനിക്ക് കാണാൻ പറ്റില്ല എന്നർത്ഥം. അതിന്റെ തൊട്ട് പുറകിൽ പോയിട്ടാണ് 2ാമത്തെ കാർബണിലെ ഹൈഡ്രജൻ നിൽക്കുന്നത്. എന്ന പോലെയാണ് ഈ ഹൈഡ്രജനും നോക്കിയാൽ ഇതിന്റെ നേരെ പുറകിലാണ് ഇയാൾ നിൽക്കണേ, ഇതിന്റെ നേരെ പുറകിലാണ് ഇയാൾ നിൽക്കണേ. മനസ്സിലായല്ലോ? അങ്ങനെ ഒന്നിന്റെ പുറകിൽ ഒന്ന് ഒളിച്ചിരിക്കുന്നത് പോലെ തോന്നും എനിക്ക് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഇവനെ വിളിക്കുന്ന പേരാണ് എക്ലിപ്സ്ഡ് ഫോം എന്നാണ് പേര് വിളിക്കുക. എഴുതരുതേ പ്ലീസ്, എഴുതരുത്. എക്ലിപ്സ്ഡ് ഫോം എന്നാണ് പേര് വിളിക്കുക. കേട്ടോ മോനെ? ഇവന്റെ പേരെന്താണ്? എക്ലിപ്സ്ഡ്. എക്ലിപ്സ്ഡ് എന്ന് പറഞ്ഞാൽ ഗ്രഹണം എന്നാണല്ലോ അർത്ഥം. ഗ്രഹണം എന്ന് പറഞ്ഞാൽ ഒന്നിനു പുറകിൽ ഒന്ന് മറഞ്ഞിരിക്കുക എന്നാണല്ലോ. അപ്പൊ ഒന്നിന്റെ പുറകിൽ ഒന്ന് മറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് എക്ലിപ്സ്ഡ്. എത്ര മറഞ്ഞിരുന്നാലും ഒരു കാലം, ഒരു സമയം കഴിഞ്ഞാൽ ഗ്രഹണം മറനീക്കി പുറത്തു വരും എന്നാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒരു 60 ഡിഗ്രി ഞാനിങ്ങനെ കറക്കുകയാണ്. ആരെ കറക്കണേന്ന് അറിയോ? ഫ്രണ്ട് കാർബണിനെ അങ്ങനെ തന്നെ പിടിച്ചു നിർത്തിയിട്ട് ബാക്കിലെ കാർബൺ ഒരു 60 ഡിഗ്രി ഞാനിങ്ങനെ കറക്കുകയാണ്. ചിന്തിക്കണേ, എന്താ സാറേ ഈ 60 ഡിഗ്രിയുടെ പ്രത്യേകത? ഞാൻ പറഞ്ഞുതരാം. എടാ, ഈ 2 ആളുകൾ കണ്ടോ? ഈ 2 ആളുകൾ അവർക്കിടയിലുള്ള ആംഗിൾ 120 ഡിഗ്രിയാണ്. ശരിയല്ലേ? ടോട്ടൽ 360 ആണെങ്കിൽ ഇത് 120 ഡിഗ്രി ആണല്ലോ. ആ 120യുടെ ഹാഫ് അല്ലടാ 60.
അപ്പൊ ചുരുക്കം പറഞ്ഞാൽ പുറകിലുള്ള ആളെ ഞാൻ ഇങ്ങനെ കറക്കിയാൽ ഈ ഹൈഡ്രജന്റെ നേരെ നിന്നിരുന്ന ആൾ ഇങ്ങനെ കറങ്ങിയിട്ട് ഈ ഹൈഡ്രജന്റെ അടുത്തേക്ക് എത്തുന്നുണ്ടോ? ഇല്ല. എക്സാക്ട് ഇതിന്റെ മിഡിലിൽ വന്ന് ഇങ്ങനെ നിൽക്കും. നേരെ പുറകിൽ നിന്നിരുന്ന ആള് ഇതാ നേരെ പുറകിൽ, ഞാൻ കൈ കൊണ്ട് ആക്ഷൻ കാണിച്ചു തരാം. നേരെ പുറകിൽ നിന്നിരുന്ന ആള് ഇതാ ഈ വിരലിപ്പോ ഇതിന്റെ നേരെ പുറകിലാണല്ലോ. അത് രണ്ടാമത്തെ ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്. 60, ഇത് 120 ഡിഗ്രിയാണ്. ഞാൻ ഇതിന് 60 ഡിഗ്രി കറക്കിയാല് ഇങ്ങനെ കറങ്ങിയിട്ട് ഇതിന്റെ നേരെ മിഡിലിൽ വന്ന് നിൽക്കും. അപ്പൊ മാക്സിമം വിസിബിലിറ്റി കിട്ടും. ആ മാക്സിമം വിസിബിലിറ്റി ഉള്ള ഒരു അവസ്ഥ കിട്ടാനാണ് ഞാൻ 60 ഡിഗ്രി കറക്കുന്നത്. അപ്പോ ചേഞ്ച് വരുന്നവർക്കൊക്കെ ഞാൻ ചേഞ്ച് വരുത്തി വരച്ച് കാണിച്ചു തരാം. ഇതാ ഒരു ബോണ്ട്, കാർബൺ കാർബൺ ബോണ്ട് അങ്ങനെ വരച്ചിട്ടുണ്ട്. ഫ്രണ്ട് കാർബണിന് അങ്ങനെ സ്റ്റേബിൾ ആക്കി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഫ്രണ്ട് കാർബണിലെ ഹൈഡ്രജൻസിലൊന്നും ഞാൻ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ. ബാക്ക് കാർബൺ 60 ഡിഗ്രി മാറ്റിയിട്ടുണ്ട്. അപ്പൊ 60 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചിത്രം വരയ്ക്കുക എന്നുള്ളതിന് ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. എടാ ഇതിന്റെ ഈ 2 ഹൈഡ്രജൻ കണ്ടടാ, ഈ 2 ഹൈഡ്രജന്റെ ഇടയിൽ ഒരു വര ഇങ്ങനെ വിചാരിക്കും. ആ വരക്ക് സമാന്തരമായിട്ട് ഇവിടെ ഒരു വര വരയ്ക്കുക. അതിന് പാരലൽ ആയിട്ട് ഇവിടെ ഒരു വര വരയ്ക്കുക. മനസ്സിലായല്ലോ? അപ്പൊ രണ്ടാളുകൾക്ക് ഇതാ ഫ്രണ്ടിലുള്ള ഹൈഡ്രജന്റെ 2 വാലൻസുകൾക്കിടയിൽ ഒരു വര ഉണ്ട് എന്ന് ഇങ്ങനെ വിചാരിക്കുക. ആ വരക്ക് ഇല്ലാത്ത വരയാണ് കേട്ടോ, വിചാരിക്കുന്ന വരക്ക് നേരെ പാരലൽ ആയിട്ട് ഇവിടെ ഒരു വര ഇങ്ങനെ വിചാരിക്കുക. മനസ്സിലായല്ലോ? എന്ന പോലെ ഇവിടെ നോക്കിയാൽ ഇതിന്റെ 2ന്റെ ഇടയിൽ ഒരു വര ഇങ്ങനെ ഉണ്ട് എന്ന് വിചാരിച്ചോ. ആ വരക്ക് നേരെ പാരലൽ ആയിട്ടുള്ള ഇവിടെ 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 ഇതിനിങ്ങനെ പാരലൽ ആയിട്ടുള്ള ഒരാള് ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക. സിമ്പിൾ അല്ലേ? എന്ന പോലെ ഇവിടെ നോക്കിയേ ഈ 2 ആളുകൾക്കിടയിൽ ഒരു വരയുണ്ട് എന്ന് വിചാരിക്കുക. അതിന് പാരലൽ ആയിട്ട് ഇവിടെ ഒരു വര വരയ്ക്കുക. അപ്പൊ ഇങ്ങനെ ഉണ്ടാകും H H H. നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 എണ്ണത്തിന്റെ ഇടയിൽ കൂടെ ഇയാളെ കാണാം, ഈ 2 എണ്ണത്തിന്റെ ഇടയിൽ കൂടെ ഇയാളെ കാണാം, ഈ 2 എണ്ണത്തിന്റെ ഇടയിൽ കൂടെ ഇയാളെ കാണാം. ചുരുക്കം പറഞ്ഞാൽ മാക്സിമം വിസിബിലിറ്റി ഉള്ള ഒരു അവസ്ഥയല്ലേ, ഇതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാഗേർഡ് ഫോം. എന്താ പേര് പറ? സ്റ്റാഗേർഡ്. സ്കൂളിലൊക്കെ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാഗേർഡ് ഫോം. എടാ സ്റ്റാഗേർഡ് ഫോമും എക്ലിപ്സ്ഡ് ഫോമും ബോണ്ടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വരച്ച് കാണിക്കുന്നതിനെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ്, ഇതുകൂടി പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ നോട്ട് എഴുതേണ്ടത്, ഇവനെ വിളിക്കുന്ന പേരാണ് ന്യൂമാൻസ് പ്രൊജക്ഷൻ ഫോർമുല. സോറി, ഇവന്റെ പേരാണ് സോഹോഴ്സ് പ്രൊജക്ഷൻ ഫോർമുല. ന്യൂമാൻസ് വരാനിരിക്കുന്നേ ഉള്ളൂ. ഇവന്റെ പേരാണ് സോഹോഴ്സ് പ്രൊജക്ഷൻ ഫോർമുല. എന്താണ് പേര്? സോഹോഴ്സ് പ്രൊജക്ഷൻ ഫോർമുല എന്നാണ് പേര്. സോഹോഴ്സ് പ്രൊജക്ഷൻ ഫോർമുല പഠിച്ചല്ലോ. അപ്പൊ എല്ലാവരും സബ് ഹെഡിങ് ആയിട്ട് എഴുതുക. ഇഥെയിൻ എന്ന് എഴുതിയിട്ട് സോഹോഴ്സ് പ്രൊജക്ഷൻ ഫോർമുല. 2 ഫോർമുലയുണ്ട് ഇഥെയിനിന്. ഒന്നാണ് എക്ലിപ്സ്ഡ് ഫോം, മറ്റൊന്നാണ് പറ സ്റ്റാഗേർഡ് ഫോം. ഞാൻ സ്ക്രീനിൽ നിന്ന് മാറി തരാം. എല്ലാവരും സ്ക്രീനിൽ കാണുന്നത് വളരെ പെട്ടെന്ന് ഒന്ന് വരച്ചു വെച്ചാൽ, വീഡിയോ പോസ് ചെയ്തിട്ട് വരച്ചു വെച്ചാൽ നന്നായിരിക്കും. അടുത്തത് സോഹോഴ്സ് പ്രൊജക്ഷൻ ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കേണ്ട അടുത്ത ആളാണ് ന്യൂമാൻസ് പ്രൊജക്ഷൻ ഫോർമുല. സബ് ഹെഡിങ് എഴുതുക. ന്യൂമാൻസ് പ്രൊജക്ഷൻ ഫോർമുല. ന്യൂമാൻസ് പ്രൊജക്ഷൻ ഫോർമുല. ന്യൂമാൻസ് ആകുമ്പോ ചെറിയൊരു വ്യത്യാസമുണ്ട്. ന്യൂമാൻസ് പ്രൊജക്ഷൻ ഫോർമുലയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താന്ന് ഞാൻ കാണിച്ചു തരാം. ശരിക്കും ശ്രദ്ധിച്ചോട്ടടാ. ഇഥെയിൻ അല്ലേടാ നമ്മുടെ ചർച്ച. ഇഥെയിൻ എന്ന് പറഞ്ഞാൽ CH3 സിംഗിൾ ബോണ്ട് CH3 എന്നാണല്ലോ. ഇതാ നോക്കിക്കേടാ, ഈ CH3 ഞാൻ ഈ പേനയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് വെറുതെ വിചാരിക്കും. എന്റെ കയ്യിൽ ഒരു പേന നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു റിമോട്ട് ആയിക്കോട്ടെ. ഈ ഒരു റിമോട്ടിൽ എന്റെ കയ്യിൽ CH3 ആണെന്ന് വിചാരിക്കുക. അതാ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. ഇങ്ങനെയാണ് CH3 ഉള്ളത്. നിങ്ങൾ കാണുന്നുണ്ടോ? ബ്ലാക്കിൽ ബ്ലാക്ക് ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കാണൂല. വെള്ളക്കുപ്പി ആയിക്കോട്ടെ, ഇപ്പൊ നിങ്ങൾ കാണും. ഇതാ നോക്കിക്കോ, ഒരു CH3 ആണ് ഇതിൽ നിന്ന് വിചാരിക്കുക. അപ്പൊ എങ്ങനെയാണ്? ഇതൊരു കാർബൺ, ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ട്. ഇതൊരു കാർബൺ, ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ട്. നേരത്തെ സോഹോഴ്സ് പ്രൊജക്ഷൻ ഫോർമുലയിൽ നമ്മൾ ഇയാളെ പിന്നെ നോക്കിയത് ഇങ്ങനെയായിരുന്നു, ശരിയല്ലേ? ഞാൻ ഇങ്ങനെയാണ് അയാളെ നോക്കിയത്. അപ്പോ ചെരിഞ്ഞ് എനിക്കിത് ഫുൾ വിസിബിൾ ആയിട്ട് ഇങ്ങനെ കാണാമായിരുന്നു. ഇവിടെയുള്ള 3 ഹൈഡ്രജൻ, ഇവിടെയുള്ള 3 ഹൈഡ്രജൻ ഒക്കെ എനിക്ക് കാണാമായിരുന്നു. പക്ഷേ സോഹോഴ്സ് പ്രൊജക്ഷൻ ഫോർമുല മാറി ന്യൂമാൻസ് പ്രൊജക്ഷൻ ഫോർമുല ആകുമ്പോൾ ഇഥെയിൻ എന്ന് പറയുന്ന ഈ മോളിക്യൂളിനെ ഇനി ഞാൻ നോക്കുന്നത് ഇങ്ങനെയാണ്. ശരിക്കും അറിഞ്ഞു പഠിച്ച പ്രശ്നം അങ്ങോട്ട് തീരും. അതിനാണ് കേട്ടോ ഞാനിതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഇങ്ങനെയാ നോക്കണേ. അപ്പോ ഞാൻ നോക്കുന്നത് ഞാൻ ഇങ്ങനെയല്ലടാ നോക്കണേ. ഇപ്പൊ ഈ ഇഥെയിനിന്റെ ഒരു കാർബൺ എനിക്ക് ഫ്രണ്ട് കാർബൺ ആയിട്ടും മറ്റൊരു കാർബൺ എനിക്ക് ബാക്ക് കാർബണുമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്, ശരിയല്ലേ? ഇഥെയിനുള്ള 2 കാർബണിനെ ഒന്നിനെ ഫ്രണ്ട് കാർബൺ മറ്റൊന്നിനെ ബാക്ക് കാർബൺ ആയിട്ടല്ലേ ഫീൽ ചെയ്യുക. ഫ്രണ്ട് കാർബണിനെ ന്യൂമാൻസ് പ്രൊജക്ഷൻ ഫോർമുലയിൽ ഫ്രണ്ട് കാർബണിനെ ഒരു ഡോട്ട് ആയിട്ടും ബാക്ക് കാർബണിനെ ഒരു സർക്കിൾ ആയിട്ടുമാണ് റെപ്രസെന്റ് ചെയ്യുക. ബാക്ക് കാർബണിനെ സർക്കിൾ ആയിട്ടുമാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഫ്രണ്ട് കാർബൺ ഒരു ഡോട്ട് ആയിട്ട് മനസ്സിലാക്കും, ബാക്ക് കാർബൺ സർക്കിൾ ആയിട്ട് മനസ്സിലാക്കും.
അപ്പൊ ഫ്രണ്ട് കാർബണിലെ ഡോട്ട് ഇത് ഫ്രണ്ട് കാർബൺ ആണ്, അതിന് 3 വാലൻസി ഉണ്ട്. ഇതാ 3 വാലൻസി. ആ 3 വാലൻസി ആരാ? ഹൈഡ്രജൻ. പഠിച്ചല്ലോ. ഇനി ബാക്ക് കാർബൺ സർക്കിൾ ആയിട്ടല്ലടാ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ബാക്ക് കാർബൺ നമ്മൾ ഇതാ സർക്കിൾ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അയാൾക്കും ഉണ്ടടാ 3 വാലൻസി. ആ 3 വാലൻസി ആരാണ്? 3 ഹൈഡ്രജനുകളാണ്. ആ ഹൈഡ്രജനുകൾ ഫ്രണ്ട് കാർബണിന്റെ ഹൈഡ്രജന്റെ തൊട്ട് പുറകിലായിട്ട് ഒളിച്ചിരിക്കുമ്പോഴല്ലേ നമ്മൾ നേരത്തെ അതിനെ എക്ലിപ്സ്ഡ് എന്ന് പേര് വിളിച്ചത്. അപ്പൊ ഇയാളുടെ എക്ലിപ്സ്ഡ് ഫോം ആണ് കേട്ടോ ഞാൻ ആദ്യം വരയ്ക്കണം. എങ്ങനെയാണെന്നറിയോ? ഫ്രണ്ട് കാർബണിന്റെ തൊട്ട് പുറകിലായിരിക്കും. തൊട്ട് പുറകിൽ എന്ന് പറഞ്ഞാൽ നേരെ പുറകില്ല. അപ്പൊ നമുക്കത് കാണാൻ പറ്റില്ല. പക്ഷെ വരക്കല് നിർബന്ധമാണല്ലോ. അതുകൊണ്ട് മാത്രം നമ്മൾ ഇതിനോട് ചാരി ഒരു വര ഇങ്ങനെ വരച്ചിട്ട് എച്ച് എന്ന് ഇങ്ങനെ കാണിക്കും. ഇവിടെ ചാരി ഒരു വര വരച്ചിട്ട് ഇവിടെ ഇങ്ങനെ എച്ച് എന്ന് കാണിക്കും. ഇതിനോട് ചാരി ഒരു വര വരച്ചിട്ട് ഇത് എച്ച് എന്ന് ഇങ്ങനെ കാണിക്കും. മനസ്സിലായല്ലോ? ഇങ്ങനെ വരച്ചാൽ ഇത് എക്ലിപ്സ്ഡ് ആയി. ഇനി ഞാനിത് 60 ഡിഗ്രി കറക്കാൻ പോവാണ്. 60 ഡിഗ്രി കറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ആരെയാണ് ഞാൻ 60 ഡിഗ്രി കറക്കുന്നത് എന്ന് മനസ്സിലാക്കണം. 60 ഡിഗ്രി കറക്കുന്നത് ഫ്രണ്ട് കാർബണിനെയാണോ ബാക്ക് കാർബണിനെയാണോ? ബാക്ക് കാർബണിനെയാണ്. ഫ്രണ്ട് കാർബണിനെ ഞാൻ അങ്ങനെ തന്നെ നിലനിർത്തുകയാണ്. അതായത് ബ്ലൂ കളറിൽ ഞാൻ കാണിച്ചിരിക്കുന്ന കാർബൺ അഥവാ ഫ്രണ്ട് കാർബൺ ഒരു ഡോട്ട് ആയിട്ടാണല്ലോ ഞാൻ കാണിച്ചേ. ആ ഡോട്ടിന്റെ 3 വാലൻസിയിൽ ഒരു മാറ്റവും ഇല്ല. എങ്ങനെ ഉണ്ടാകും? 1 2 3 ഇങ്ങനെ തന്നെ അല്ലടാ നേരത്തെ വരച്ചേ. എച്ച് എച്ച് എച്ച്. ഫ്രണ്ട് കാർബൺ അങ്ങനെ തന്നെ ഉണ്ടാകും. ബാക്ക് കാർബണിനെ ഞാൻ 60 ഡിഗ്രി കറക്കാൻ പോവാണ്. എന്താ 60 ഡിഗ്രിയുടെ പ്രത്യേകത എന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു തന്നതാണ്. 60 ഡിഗ്രി കറക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകും. എടാ ടോട്ടൽ ഇത് 120 ആണ്. ഇയാൾ അങ്ങനെ കറക്കി 60യിലേക്ക് എത്തിച്ചു എന്ന് പറഞ്ഞാൽ എക്സാക്ട് ഇതിന്റെ മിഡിലേക്ക് എത്തി എന്നല്ലടാ അർത്ഥം. ഇവിടെ ഒരു എച്ച്, ഇവിടെ ഒരു എച്ച്, ഇവിടെ ഒരു എച്ച്. മനസ്സിലായല്ലോ? ഇവനെ നമ്മൾ നേരത്തെ വിളിച്ച പേരാണെന്ത്? സ്റ്റാഗേർഡ്. എന്താണ് പേര്? സ്റ്റാഗേർഡ് ഫോം. എക്ലിപ്സ്ഡ് ഫോമും സ്റ്റാഗേർഡ് ഫോം. നേരത്തെ സോഹേഴ്സ് പ്രൊജക്ഷൻ ഫോർമുല കാണിച്ചു. ഇപ്പൊ ന്യൂമാൻസ് പ്രൊജക്ഷൻ ഫോർമുല കാണിച്ചു. ന്യൂമാൻസ് പ്രൊജക്ഷൻ ഫോർമുലയാണ് മനസ്സിലാക്കാൻ നമുക്ക് കുറച്ചുകൂടെ എളുപ്പം. അപ്പൊ വളരെ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലായി. ഫ്രണ്ട് കാർബണിനെ ഡോട്ടായിട്ടും ബാക്ക് കാർബണിനെ സർക്കിളായിട്ടും കാണിച്ചു. അവർക്കിടയിൽ ഉണ്ടായിരുന്ന കാർബൺ ബോണ്ടിനെ ഇനി കാണില്ല. ശരിയല്ലേ? ഫ്രണ്ടും ബാക്കും നമ്മൾ ഇങ്ങനെയല്ലേ നോക്കണേ. നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിലെ കാർബണിനെ കാണുള്ളൂ, ബാക്കിലെ കാർബണിനെ പോലും കാണില്ല. അതിന്റെ ഇടയിലുള്ള ബോണ്ട് എന്തായാലും കാണൂലല്ലോ. അതൊന്നും ഇതിൽ വരക്കില്ല. മനസ്സിലായല്ലോ? ഇനി ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. എടാ ഫ്രണ്ട് കാർബണിന്റെയും ബാക്ക് കാർബണിന്റെയും വാലൻസികൾ തമ്മിലുള്ള ആംഗിൾ എന്താ ഞാൻ പറഞ്ഞേ? ഫ്രണ്ട് കാർബണിന്റെയും ബാക്ക്, നിങ്ങൾ ഇത് വരച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ? വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് വരച്ചെടുക്കണേ. എന്നിട്ട് ശ്രദ്ധിക്കണേ. ഫ്രണ്ട് കാർബണിന്റെ വാലൻസി സപ്പോസ് ഇതായിരിക്കട്ടെ. ഫ്രണ്ട് കാർബണിന്റെ വാലൻസി ഇതല്ലടാ ബാക്ക് കാർബണിന്റെ വാലൻസി. അവർക്കിടയിലുള്ള ഈ ആംഗിളിനെ ഞങ്ങൾ വിളിക്കുന്ന പേരാണ് ഡൈഹീഡ്രൽ ആംഗിൾ. എന്താ പേര് പറ? ഡൈഹീഡ്രൽ ആംഗിൾ. അപ്പൊ സ്റ്റാഗേർഡ് ഫോം ആണെങ്കിൽ ഡൈഹീഡ്രൽ ആംഗിൾ എത്ര ഡിഗ്രി ആണെന്നാ ഞാൻ പറഞ്ഞു തന്നത്? 60 ഡിഗ്രിയാണ്. എക്ലിപ്സ്ഡ് ആകുമ്പോ ഡൈഹീഡ്രൽ ആംഗിൾ എത്രയാണ്? 0 ഡിഗ്രിയാണ്. ഒന്നാമത്തെ ഫ്രണ്ടിലുള്ള ആളും ബാക്കിലുള്ള ആളും തമ്മിൽ നേരെ പുറകിലാണല്ലോ ഒളിച്ചിരിക്കുന്നത്. നേരെ പുറകിൽ ഒളിച്ചിരിക്കുമ്പോൾ ഇത് ഇവർക്കിടയിലുള്ള ആംഗിൾ 0 ആണ്. ഇത് ഇങ്ങനെ കറങ്ങണതിനനുസരിച്ച് ആംഗിൾ ഇങ്ങനെ കൂടി വരും. അങ്ങനെ മാക്സിമം 60 ആകും. 60-നേക്കാൾ കൂടൂലല്ലോ, കാര്യം ഇത് 120 ആണല്ലോ. അപ്പൊ എങ്ങനെ കറങ്ങിയാലും 60-നേക്കാൾ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് 59, 58, 57 എന്നായിട്ട് ചുരുങ്ങിയിട്ട് വീണ്ടും 0യിലേക്ക് എത്തും. അപ്പൊ ഡൈഹീഡ്രൽ ആംഗിളും കൂടി ഒന്ന് ഓർത്ത് വെച്ചോളണേ. സ്റ്റാഗേർഡ് ആണെങ്കിൽ ഡൈഹീഡ്രൽ ആംഗിൾ 60 ആണ്. എക്ലിപ്സ്ഡ് ആണെങ്കിൽ ഡൈഹീഡ്രൽ ആംഗിൾ 0 ആണ്. എടാ ഡൈഹീഡ്രൽ ആംഗിൾ കേട്ടോളണേ. ഡൈഹീഡ്രൽ ആംഗിൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടോർഷണൽ സ്ട്രെയിൻ. ഓർത്തു വെച്ചോളണം. ടോർഷണൽ സ്ട്രെയിൻ. എന്താ ടോർഷണൽ സ്ട്രെയിൻ എന്ന് ഞാൻ പറഞ്ഞുതരാം. ടോർഷണൽ സ്ട്രെയിൻ എന്താന്ന് വെച്ചാൽ, എടാ മുന്നിൽ ഒരാളുടെ ഫ്രണ്ട് കാർബൺ, അതിന്റെ തൊട്ടുപുറകിൽ തൊട്ടുരുമ്മി നിൽക്കുന്ന മറ്റൊരു വാലൻസി നേരെ ബാക്കിൽ തന്നെ വന്നിരിക്കുന്നു. മറ്റൊന്ന് സ്റ്റാഗേർഡ് ആകുമ്പോൾ മാക്സിമം അകലെ പോയിട്ട് ഇങ്ങനെ മാക്സിമം അകലത്തിലാണ് നിൽക്കണേ. ഒരാളുടെ ബാക്കിൽ തന്നെ വന്ന് നിൽക്കുമ്പോഴാണോ കുറച്ച് അകലെ പോയി നിൽക്കുമ്പോഴാണോ അവർക്കിടയിലുള്ള റിപ്പൾഷൻ കൂടുതൽ ഉണ്ടാവുക? തൊട്ടുപുറകിൽ വന്ന് നിൽക്കുമ്പോഴല്ലേ. അവർ തമ്മിൽ ഒരു റിപ്പൾഷൻ ഉണ്ടാവില്ലേ? അവർ തമ്മിൽ സ്റ്റെറിക് എഫക്റ്റ് ഉണ്ടാവില്ലേ? ആ ഒരു ഒരസലിനെ, ആ ഒരു ബുദ്ധിമുട്ടിനെ, ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്റ്റെറിക് എഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോർഷണൽ സ്ട്രെയിൻ. എന്താണ് വിളിക്കുക? ടോർഷണൽ സ്ട്രെയിൻ. പഠിച്ചല്ലോ. അപ്പൊ ടോർഷണൽ സ്ട്രെയിനും ഡൈഹീഡ്രൽ ആംഗിളും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാ. ശരിയാ? കാര്യം എന്താ? ഇവിടെ നോക്കിയാൽ ഡൈഹീഡ്രൽ ആംഗിൾ ഇങ്ങനെ കൂടി. ഡൈഹീഡ്രൽ ആംഗിൾ കൂടിയാൽ അവർക്കിടയിലുള്ള ആ ഒരു ബുദ്ധിമുട്ട്, ബാക്കിൽ തന്നെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം ഇങ്ങനെ മാറിക്കിട്ടുമല്ലോ. അപ്പൊ മാക്സിമം അകലേക്ക് പോകും തോറും അവർക്കിടയിലുള്ള ഒരു സ്റ്റെറിക് എഫക്റ്റ്, നമ്മൾ അതിനെ ടോർഷണൽ സ്ട്രെയിൻ എന്നാ പറയാ. ആ ടോർഷണൽ സ്ട്രെയിൻ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഡൈഹീഡ്രൽ ആംഗിൾ ഇവിടെ ഏറ്റവും കുറവാ.
എന്ന് പറഞ്ഞാൽ ടോർഷണൽ സ്ട്രെയിൻ അവിടെ ഏറ്റവും കൂടുതലാണ്. ഇവിടെ ഡൈഹീഡ്രൽ ആംഗിൾ മാക്സിമം ആണ്, വിച്ച് മീൻസ് അവിടെ ടോർഷണൽ സ്ട്രെയിൻ ഏറ്റവും മിനിമം ആണ്. അപ്പൊ ഞാനിവിടെ ടോർഷണൽ സ്ട്രെയിനിന്റെ ഓർഡർ എഴുതുകയാണ്. ടോർഷണൽ സ്ട്രെയിന് ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ? ടോർഷണൽ സ്ട്രെയിന് എക്ലിപ്സ്ഡും ഉണ്ട്, സ്റ്റാഗേർഡും ഉണ്ട്. സ്റ്റാഗേർഡും ഉണ്ട്. എവിടെയാണ് സ്ട്രെയിന് കൂടുക? സ്ട്രെയിൻ ഏറ്റവും കൂടുതലുള്ളത് എക്ലിപ്സ്ഡിലല്ലേടാ, അവിടെ അല്ലേ ടോർഷണൽ സ്ട്രെയിൻ ഏറ്റവും കൂടുതൽ, അവിടെയാണ് ഡൈഹീഡ്രൽ ആംഗിൾ ഏറ്റവും കുറവ്. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ therefore സ്റ്റെബിലിറ്റി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. സ്റ്റെബിലിറ്റി എക്ലിപ്സ്ഡില് ടോർഷണൽ സ്ട്രെയിൻ കൂടുതലാ എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ ഒരു ഒരതലുണ്ട്, ഒരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി സ്റ്റാഗേർഡിനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അവിടെ റിപ്പൾഷൻ കുറവ് സ്റ്റാഗേർഡിനാണ്, റിപ്പൾഷൻ കൂടുതൽ എക്ലിപ്സ്ഡിനാണ്. അപ്പൊ എക്ലിപ്സ്ഡ് ഫോം ആണോ സ്റ്റാഗേർഡ് ഫോം ആണോ മോർ സ്റ്റേബിൾ എന്ന് വെച്ചാൽ പുറത്തോളണം സ്റ്റാഗേർഡ് ഫോം ആണ്. ബിക്കോസ് സ്റ്റാഗേർഡ് ഫോമിൽ ടോർഷണൽ സ്ട്രെയിൻ വളരെ കുറവാണ്. അപ്പോൾ പൊന്നുമക്കളെ, ഹൈഡ്രോ കാർബൺസ് എന്ന ചാപ്റ്ററിന്റെ മുക്കുമൂലയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടെ ഹൈഡ്രോ കാർബൺസ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നിന്നെ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. ഇനി നീ അങ്ങോട്ട് പഠിക്ക്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്ക്. ഇനി മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.